സോ നമുക്കറിയാം നമ്മുടെ ബറൂട്ടോലും അതുപോലെ തന്നെ നമ്മുടെ നറൂട്ടോലും കൂടി ഒരുപാട് ടീം 7s ഉണ്ട്. എന്നാൽ ഇതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ടീം 7 ഏതായിരുന്നു, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. സോ അറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാലഞ്ചിൻ്റെ 21th ഡേ ആണിന്ന്. സോ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 10K അടിക്കണമെങ്കിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കൂടി വേണം. സോ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ അധികം പറഞ്ഞു ഉറപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ടീം ഹീറോസ് നോക്കാം. ഈ ടീമിൽ നമ്മുടെ ഒറോച്ചിമാറു, സോനാഡെ അതുപോലെ തന്നെ നമ്മുടെ ജെറയായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർ വളരെ പവർഫുൾ ആണെന്ന് നമുക്കറിയാം. ഇവർ 3 പേരെയും ലെജൻഡറി സനീൻസ് എന്നൊക്കെയാണ് വിളിച്ചിട്ടുള്ളത്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ടീം തന്നെയാണ്. പക്ഷേങ്കിൽ എന്നിരുന്നാലും നമ്മുടെ ഈ ലിസ്റ്റിലുള്ള ബാക്കിയുള്ള ടീം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ടീമിനെ ലാസ്റ്റ് ഇടാനേ പറ്റൂ. ഈ ലിസ്റ്റിൽ അടുത്തത് വരുന്നത് നമ്മുടെ ടീം മീനാറ്റോ. ഈ ടീമിലായിക്കോട്ടെ നമ്മുടെ മീനറ്റോ അതുപോലെ തന്നെ നമ്മുടെ കക്കാശി, ഓബിറ്റോ അതുപോലെ തന്നെ റിന്നി. നമുക്കറിയാം നമ്മുടെ റിന്നി മരിച്ചു പോയെങ്കിലും നമ്മുടെ ഓബിറ്റോയും കക്കാശിയും എത്രമാത്രം പവർഫുള്ളായി മാറിയിട്ടുണ്ട്. ഇവർ തീർച്ചയായിട്ടും നമ്മുടെ ലെജൻഡറി സനീൽസിനെ സർപ്പാസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റിൽ ഇവർ ഈ പ്ലേസ് ഡിസർവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ലിസ്റ്റിൽ വരുന്നത് നമ്മുടെ ടീം കോനഹാമറുമാണ്. ഈ ടീമിലുള്ള മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ സാരഡ അതുപോലെ തന്നെ നമ്മുടെ മീറ്റ്സ്കി അതുപോലെ തന്നെ നമ്മുടെ ബറൂട്ടോസുമാക്കി. ഇവരും വളരെ സ്ട്രോങ് ആണ്. പക്ഷേ ഈ ടീം ചിലർ പറയും ഫസ്റ്റ് പ്ലേസിലല്ലേ വേണ്ടത്, നമ്മുടെ ബറൂട്ടോ ഒരു 60 ലെവൽ പവറുള്ള ആളല്ലേ എന്നൊക്കെ. പക്ഷേ ഇതിനൊരു കാരണമുണ്ട്. നമ്മളെ ടീമിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബറൂട്ടോ മാത്രമാണ് അത്രയും വലിയൊരു പവർ അച്ചീവ് ചെയ്തിട്ടുള്ളത്. മറ്റുള്ള മെമ്പേഴ്സ് എക്സ്പെഷ്യലി നമ്മുടെ കോനഹാമറും നമ്മുടെ നറൂട്ടോ സീരീസ് വെച്ച് നോക്കുമ്പോൾ ബറൂട്ടോയിൽ നമ്മുടെ കോനഹാമർ വെറും ഒരു ഡിസപ്പോയിൻറ്റ്മെൻറ്റ് മാത്രമാണ്. അത് മാത്രമല്ല പിന്നെ നമ്മുടെ മീറ്റ്സുക്യു അതുപോലെ തന്നെ സാറഡൈ ഇപ്പോഴും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവരിതുവരെ അവരുടെ ഫുൾ സ്ട്രെങ്തിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റിൽ ഇവർ സെക്കൻഡ് പ്ലേസേ ഡിസർവ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഈ ലിസ്റ്റിൽ ഒന്നാമത് വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ടീം കക്കാശിയാണ്. നമുക്കറിയാം ഈ ടീമിൽ ഓരോരുത്തരും അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. നമ്മുടെ സാക്കുറി ആയിക്കോട്ടെ ഫൈനൽ വാർ കഴിയുമ്പോൾ നമ്മുടെ സുനാഡേനെ സർപ്പാസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കക്കാശി DMS കക്കാശി നമുക്കറിയാം എത്രമാത്രം പവർഫുൾ ആയിരുന്നു എന്ന്. ഒരു സൂസനോ വരെ സമൺ ചെയ്യാൻ നമ്മുടെ കക്കാശിക്ക് പറ്റുമായിരുന്നു. പിന്നെ ഈ ലിസ്റ്റിലുള്ളത് നമ്മുടെ സാസ്കെ ഉച്ചിഹയും അതുപോലെ തന്നെ നമ്മുടെ നറൂട്ടോസുമൊക്കെയാണ്. നമുക്കറിയാം ഇവർക്ക് ഒറ്റയ്ക്ക് തന്നെ ഒരു ഔട്ട്സുക്കിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ 2 പേര് ഈ ടീമിനെ വളരെ സ്ട്രോങ് ആക്കി മാറ്റുന്നുണ്ട്. ഒരു ടീം എന്ന നിലയിൽ ഏറ്റവും പീക്ക് പവർ ലെവലിലാണ് ഇവരിലെ ഓരോ മെമ്പേഴ്സും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റിൽ ഇവർ 1ാം സ്ഥാനം തീർച്ചയായിട്ടും ഡിസർവ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കറിയാം നമ്മുടെ നറൂട്ടോയുടെ ബാരിയൻ മോഡ് എത്രമാത്രം പവർഫുൾ ആണ്. അതുകൊണ്ട് തന്നെ ആർക്കും ഇതിൽ ഒരു ഡൗട്ടും ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ടീം സമയം അത് ഇപ്പോഴും നമ്മുടെ ടീം കക്കാശി തന്നെയാണ്. സോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചലഞ്ച് കംപ്ലീറ്റ് ആക്കാൻ സഹായിക്കാം. ഇനി ഒരു 9 ദിവസം മാത്രമേ ഉള്ളൂ. നമുക്ക് 250 മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചലഞ്ച് കംപ്ലീറ്റ് ആക്കാൻ പറ്റൂ. സോ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. മറ്റൊരു സമയത്തേക്ക് കാണുന്നവരെ ബൈ ബൈ.